കുറേ പേരൊക്കെ ഏതാണ്ട് നമ്മൾ സൗജന്യമായിട്ട് അവിടെ എടുക്കാൻ മുന്നോട്ടാണ് ചിലർ വരുമാറ്റം. പെട്രോളും വണ്ടിയുടെ ചിലവും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരാഴ്ചത്തെ പണി പൈസ എന്ന് പറഞ്ഞാൽ 1000 രൂപയാണ്. 10 കിലോമീറ്ററൊക്കെ ആണെങ്കിൽ റിട്ടേൺ പൈസ എന്നും പറഞ്ഞ് തരും. അത് ചിലപ്പോൾ അവിടെ നിന്ന് ഓർഡർ അടിച്ചാലും നമുക്കത് കിട്ടൂല. ഇങ്ങനെ ചോദിച്ചാൽ ഒന്ന് വർക്ക് ചെയ്യാനുള്ള ഫ്രീഡം, നമ്മുടെ ടൈമും സ്പേസൊക്കെ അനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം. ഡെലിവറി ഇടുന്ന ഒരു ടാർഗറ്റ് ഉണ്ട്. അത് ചില ദിവസം നമുക്ക് നല്ല രീതിയിൽ ഓർഡർ ഉണ്ട്, പക്ഷേ ചില ദിവസം തീരെയില്ല. നമ്മുടെ പുതിയ പിള്ളേരാണെങ്കിൽ അവന്മാർ പറ്റിച്ച് അവന്മാർക്ക് ചിലപ്പോൾ ആരും ചോദിക്കാൻ കാണത്തില്ല, ഒറ്റക്കല്ലേ പണിക്ക് തന്നെ. ഈ ബാഗിൻ്റെ ക്വാളിറ്റി അത്ര പോരാ. സാധനങ്ങളൊക്കെ എടുത്ത് പോകുമ്പോഴേ ഇതൊക്കെ സാധനമൊക്കെ ഡാമേജ് ആകാനുള്ള കൂടുതൽ ചാൻസ് ഉണ്ട്. നമ്മൾ ഒരാളെ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ ഒരാൾക്ക് 3 രൂപ വെച്ച് കിട്ടുന്നുണ്ടല്ലോ, അവർ തന്നെ എന്നിട്ട് പോസ്റ്റർ അടിച്ച് ഒട്ടിച്ചിരിക്കും എല്ലായിടത്തും. എന്നിട്ട് ആ പൈസ അവർ തന്നെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഓർഡറിന് 10 രൂപയാണ്. അത് നമുക്ക് ഇത്ര ലോങ് പോകണം. കസ്റ്റമറുടെ അടുത്ത് അടുത്ത ലൊക്കേഷനിൽ പോകുന്നതിന് 10 രൂപയാണ്. ഞാൻ ഓടുന്നത് ഒരു 17 മണിക്കൂറൊക്കെ ഒരു ദിവസം. 17 മണിക്കൂറൊക്കെ ഓടും. ചില ദിവസങ്ങളൊക്കെ ഓർഡർ ഉള്ള സമയത്ത് കഴിക്കാറൊക്കെ പോകാറില്ല. അതായത് വീട്ടിൽ രാവിലെ ഇറങ്ങുമ്പോഴും കൊച്ചു കിടന്നുറങ്ങുന്നു, രാത്രി ചെല്ലുമ്പോഴും കൊച്ചു കിടന്നുറങ്ങുന്നു. വല്ലപ്പോഴൊക്കെ ഒന്ന് പോകാൻ കാണുമ്പോൾ കൊച്ചിങ്ങനെ ഒന്ന് നോക്കും, ആരാന്നറിയാൻ വേണ്ടിയിട്ടൊരു നോട്ടമുണ്ട്. മിനിമം ചാർജ് 20 രൂപ തരുന്നത്. കിലോമീറ്റർ എത്ര പോയാലും, അതായത് കസ്റ്റമറുടെ നിന്ന് മേടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അപ്പുറത്ത് കൊടുക്കണമെങ്കിൽ 50 രൂപ മേടിക്കും. ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കണം. വീഡിയോയ്ക്ക് മുന്നേ തന്നെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് പല തൊഴിൽ മേഖലയിൽ അവരുടെ ഉപജീവന മാർഗം കണ്ടെത്തുന്നുണ്ട്. അപ്പം ഇനിയുള്ള കുറച്ച് വീഡിയോസ് നമ്മൾ അങ്ങനെ ഓരോ തൊഴിൽ മേഖലയിലും അവർക്ക് എത്ര രൂപ വരുമാനം കിട്ടുന്നുണ്ട്, അവരുടെ ആ വരുമാനം കൊണ്ട് അവർക്ക് ഉപജീവനം നടക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി അങ്ങോട്ടുള്ള കുറച്ച് എപ്പിസോഡ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിലവിൽ നമ്മൾ കൊച്ചിയിലാണുള്ളത്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തൊഴിലുമായി ചെറുപ്പക്കാരും അല്ലെങ്കിൽ ഒരു മിഡിൽ ഏജിലുള്ള ആൾക്കാരും അല്ലെങ്കിൽ പ്രായമായവരും ഒക്കെ പല മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ് കൊച്ചി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കൊച്ചിയിലേക്ക് വരുമ്പം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും വിട്ടുകളയാൻ പറ്റാത്ത ഒരു കൂട്ടം ആളുകളുണ്ട്. അതായത് ഈ ഓൺലൈൻ വ്യാപാരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സ്വിഗ്ഗിയും സൊമാറ്റോയും ഒക്കെ ഓടുന്ന ഒരുപാട് ആൾക്കാർ. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്ന അവരുടെ ഈ ഒരു സ്വിഗ്ഗിയൊക്കെ ഓടുന്ന ആളുകളുടെ ഒരു വിശേഷമാണ് അറിയാൻ പോകുന്നത്. അവർക്ക് എത്ര രൂപ കിട്ടുന്നുണ്ട്, അവരുടെ ഒരു പ്രയാസങ്ങൾ. ഈ ഒരു കൊച്ചി എന്ന് പറയുന്നത് ഭയങ്കര ട്രാഫിക്കൊക്കെ ഉള്ളൊരു സ്ഥലമാണല്ലോ. അപ്പോൾ ആ ട്രാഫിക്കിൽ ഓടുമ്പോൾ അവരുടെ ബുദ്ധിമുട്ട് എന്താണ്, അപ്പോൾ സ്വിഗ്ഗി ഓടുന്ന ആളുകളെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഉദയരവി. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് പോകാം. ബ്രോ നമസ്കാരം. ഹായ്, പേരെന്താ? ഷെനിൻ. ശരി. എത്ര കാലേ സ്വിഗ്ഗി ഓടാൻ തുടങ്ങിയിട്ട്? ഞാനിപ്പോൾ ഒരു 2 വർഷത്തിന് മുകളിലായി. 2 വർഷത്തിന് മുകളിൽ. എന്താ സ്വിഗ്ഗി ഓടാനുള്ള ഒരു കാരണം? അങ്ങനെ ചോദിച്ചാൽ ഒന്ന് വർക്ക് ചെയ്യാനുള്ള ഫ്രീഡം, നമ്മുടെ ടൈമും സ്പേസൊക്കെ അനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം. പിന്നെ സാലറി കിട്ടാനായാലും നമുക്കെല്ലാം ടൈമിന് അക്കൗണ്ടിലേക്ക് കിട്ടും. പിന്നെ എനിക്ക് മറ്റ് കുറച്ച് വർക്കുകളൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് ജോലി വിട്ടൊന്ന് മാറണമെങ്കിൽ എനിക്ക് അതിനുള്ളൊരു സ്പേസ് ഉണ്ട് സ്വിഗ്ഗി ആകുമ്പോൾ, ഈ ഫീൽഡ് ആകുമ്പോൾ. അപ്പോൾ അതിനും കൂടെ ഉള്ളൊരു കംഫർട്ട് നോക്കിയിട്ട്. എന്താ പഠിച്ചത്? ഞാൻ ബിടെക്. വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഒരു വർക്ക് ഫ്രം ഹോം ചെയ്യുന്നുണ്ട് ഒരു കമ്പനിക്ക് വേണ്ടി. പിന്നെ അത് പക്ഷേ ഓൺ കോൾ വരുമ്പോൾ മാത്രമേ എനിക്ക് ഡ്യൂട്ടി ഉള്ളൂ. അപ്പോൾ അതല്ലാത്തപ്പോൾ എനിക്ക് ഇതിൽ നിന്നും അഡീഷണൽ ഒരു വരുമാനം എന്നുള്ള രീതിയിൽ അതെ. പിന്നെ ചില്ലറ സിനിമയ്ക്ക് വേണ്ടിയുള്ള റൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു സൈഡിൽ നടക്കും. പെട്ടെന്ന് അതിനുള്ള എന്തെങ്കിലും കോൾ വരുമ്പോൾ പോകണമെങ്കിലും ഇങ്ങനത്തെ ഒരു ജോലി ആകുമ്പോൾ നിർത്തിയിട്ട് പോവാം. സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെ പാർട്ട് ടൈം ആണോ ഓടുന്നത് അതോ ഫുൾ ടൈം ഓടുന്നത്? ഞാൻ ഫുൾ ടൈം എടുത്തത്. മോർണിംഗ് ഷിഫ്റ്റാണ്. മോർണിംഗ് ഷിഫ്റ്റ്. എങ്ങനെ നിങ്ങളുടെ ഒരു ഷിഫ്റ്റിൻ്റെ ഒരു കാര്യങ്ങൾ എങ്ങനെ വരുന്നത്? നമുക്കിപ്പോൾ മോർണിംഗ് ഷിഫ്റ്റ് ഉണ്ട്, പിന്നെ ലഞ്ചിൻ്റെ ഉച്ചക്കലത്തെ ഷിഫ്റ്റ് ഉണ്ട്, പിന്നെ അതുപോലെ ഡിന്നറും ഉണ്ട്. അപ്പോൾ അതിൽ ഏതെടുക്കുന്ന വെച്ചാൽ അവരവരെ ഷിഫ്റ്റിൽ ഓടും. അപ്പോൾ ഞാൻ മോർണിംഗ് എടുത്താൽ തന്നെ തീർക്കും. അപ്പോൾ മോർണിംഗ് എനിക്ക് എപ്പോഴും ഫ്രീ ഉള്ള സമയമാണ്. ശരാശരി എത്ര ഓട്ടം കിട്ടുന്നുണ്ട് ഒരു ദിവസം? ഒരു 10-30 ട്രിപ്പ് കിട്ടുന്നുണ്ട്. 10-30 ട്രിപ്പോളം കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു വരുമാനം എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും എത്ര രൂപയുടെ ഒരു വരുമാനം ഒരു ദിവസം? 30 ട്രിപ്പിനടുത്തൊക്കെ ഒരു ദിവസം ഒരു 1000 രൂപയുടെ വരുമാനം. 1000 രൂപ വരെ വരുമാനം. അപ്പോൾ എത്ര സമയം നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും? ഒരു 9-10 മണിക്കൂറോളം. 10 മണിക്കൂർ രാവിലെ തൊട്ട് വൈകിട്ട് വരെ. എല്ലാം ഈ കാക്കനാട് ബേസ് ചെയ്തിട്ട് തന്നെ? പലരും പല സോണാണ്. പക്ഷേ ഞാനും കാക്കനാട് ബേസ് ചെയ്തപ്പോൾ റൺ ചെയ്യുന്നത്. പക്ഷേ പുറത്തും പോകാറുണ്ട്. എടപ്പള്ളി, കല്ലൂർ, MG റോഡ്. അപ്പോൾ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്വിഗ്ഗി തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ആക്ച്വലി എനിക്ക് ഓൺലൈൻ ഒരു പോർട്ടലിൽ കണ്ടതാണ് റിക്വസ്റ്റ്. അപ്പോൾ അതിൽ ഞാൻ മെസ്സേജ് ഇട്ട് എനിക്ക് ഗൂഗിൾ ഡോക്യുമെൻ്റ് വഴി ഫോമൊക്കെ തന്ന് ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തു.
പിന്നെ ഓഫീസിൽ പോയി യൂണിഫോം കളക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാം ഓൺലൈൻ. ഇവിടെ കൂടുതൽ പ്രൊസീജിയേഴ്സ് ഓൺലൈനാണ്. നിങ്ങളുടെ പേയ്മെന്റ് ഒക്കെ ആണെങ്കിലും കൃത്യം എത്ര സമയത്തിനുള്ള പേയ്മെന്റ്? എല്ലാം ഇന്ന് ഓടിയ ക്യാഷ് നാളെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. നാളെ വരും. പിറ്റേ ദിവസം വരും. ബ്രോ നമസ്കാരം. നമസ്കാരം. പേരെന്താ? പേരാലൻ. അലൻ. എവിടെ സ്ഥലം? എവിടെ? സ്ഥലം തൃക്കാക്കര. തൃക്കാക്കര. എത്ര ആളായി സ്വിഗ്ഗിയിലേക്ക് വന്നിട്ട്? സ്വിഗ്ഗി ഇപ്പോൾ വന്നിട്ട് 10 മാസം. പ്രത്യേകിച്ച് അങ്ങനെയല്ല ചേട്ടാ, എനിക്ക് നേരത്തെ ഓഫീസ് വർക്കായിരുന്നു. അപ്പം നമ്മൾ ഓഫീസ് വർക്ക് ചേരുമ്പോഴത്തേന് സ്വാഭാവികമായിട്ടും ഇപ്പം വേറെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രഷറും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ട്. അപ്പം ഇതെന്ന് പറയുമ്പം നമുക്ക് തന്നെ നമ്മുടെ ഒരു ഇതായിട്ട് നമ്മുടെ സമയം, കാരണം ഡെലിവറി പാർട്ട്ണർ ആകുമ്പോൾ നമുക്ക് ഇതായിട്ട് അത് ചെയ്യാം. അതുകൊണ്ട് വേറെ കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു ജോലി ചെയ്യുമ്പോൾ തൃപ്തിയുണ്ടോ? കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എമൗണ്ട് ഒക്കെ കിട്ടും. ഇത് ആക്ച്വലി നമുക്ക് ഓരോ സ്വിഗ്ഗിയുടെ ഇതെന്ന് പറയുന്നത് ഇപ്പോൾ സൊമാറ്റോ, സ്വിഗ്ഗി ഏത് ഡെലിവറി ഇടുന്ന ഒരു ടാർഗറ്റ് ഉണ്ട്. അത് ചില ദിവസം നമുക്ക് നല്ല രീതിയിൽ ഓർഡർ ഉണ്ട്, പക്ഷേ ചില ദിവസം തീരെയില്ല. നമ്മൾ 9 മണിക്കൂറൊക്കെ ഓടിയാലും 250-300 രൂപയെ കിട്ടത്തുള്ളൂ. അത്രേ കിട്ടത്തുള്ളൂ. അത് നമുക്ക് ഓരോ ദിവസം ഓർഡർ ബേസ് ചെയ്തിരിക്കും. ഞങ്ങൾക്ക് വീക്ക്ലി ഇൻസെൻറ്റീവ് എന്ന് പറയുന്നതുണ്ട്. അതായത് ഓരോ ആഴ്ചയിൽ ഇപ്പം 4000 രൂപ അല്ലെങ്കിൽ ഒരു 5000 ഇന്ന ഒരു എമൗണ്ടിന് ഓടുവാണെങ്കിൽ പ്ലസ് ഒരു 1500 അല്ലെങ്കിൽ 2000 രൂപ ഇൻസെൻറ്റീവ് കിട്ടുന്ന ഒരു ഇതുണ്ട്. അഡീഷണൽ ആയിട്ട് ആ വീക്കിലി കിട്ടുന്നുണ്ട്. പക്ഷേ ആ വീക്കിലി കിട്ടാതെ, അതായത് ഒരു വീക്കിൽ 6 ഷിഫ്റ്റ് ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ ഷിഫ്റ്റാണ്. എൻ്റെ പാർട്ട് ടൈം ഷിഫ്റ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. പാർട്ട് ടൈം ഷിഫ്റ്റ് എടുത്തിട്ട് ഇപ്പോൾ ഫുൾ ടൈം ഓടുന്നത്. നൈറ്റ് ഡിന്നർ ടൈം ഉണ്ട്. 7-നും 10-നും ഇടയ്ക്ക് ഡിന്നർ ഓട്ടം കിട്ടാറുണ്ട്. പക്ഷെ ലഞ്ച് മിക്ക ദിവസം നമുക്ക് അത്യാവശ്യം ഉണ്ടാവും. എന്തായാലും ഈ ഒരു തൊഴിൽ സന്തോഷത്തോടു കൂടി തന്നെ ചെയ്യുന്നൊരു കാര്യമാണ്. അതെ അതെ, തീർച്ചയായിട്ടും. വേറെ പ്രശ്നമൊന്നുമില്ല. ഒരു കാര്യമോട് ചോദിച്ചിട്ട്, അതായത് ഇപ്പം ഏറ്റവും ടോപ്പ് ഒരു എമൗണ്ട് സ്വിഗ്ഗിയിൽ നിന്ന് കിട്ടിയത് എത്രയോ? ഒരു ഓർമ്മയിലുള്ള ഒരു എമൗണ്ട് ഒരു ദിവസം കിട്ടിയതാണോ? ഒരു ദിവസം കിട്ടിയത് എനിക്കൊരു 2800 വരെ. 2800, 3000 അടുത്ത്. 3000 അടുത്ത് ഒരു ദിവസം. അതുപോലെ തന്നെ ഏറ്റവും കുറച്ച് കിട്ടിയൊരു എമൗണ്ട് എത്ര? 500. 500 കൂടുതലാണ് എപ്പോഴും. ശരാശരി ഒരു 500 രൂപ. ശരാശരി 500 ലെവൽ എങ്ങനെ വരും? ഓക്കെ, ശരി ബ്രോ. താങ്ക് യു. ഇവിടെ ഒരു 5 കിലോമീറ്റർ പോവാണെങ്കിൽ 5 രൂപ വെച്ച് 25 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ കിട്ടും 5 കിലോമീറ്ററിന് കിട്ടുന്നത്. അപ്പം ബ്ലോക്ക് ആണെങ്കിൽ ഇപ്പം 1 മണിക്കൂർ കഴിഞ്ഞായിരിക്കും ഞങ്ങൾ ചിലപ്പോൾ അവിടെ ചെല്ലുന്നത് ഈ 25 രൂപയ്ക്ക്. ടിപ്പ് നമുക്ക് വേണമെന്ന് ചോദിച്ചിട്ടല്ല നമ്മൾ പോകുന്നത്. സാധനം ഇവർക്ക് കൊണ്ടു കൊടുക്കുന്നത്. അവർ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ എന്നാ പറയുക, ജസ്റ്റ് ഒന്ന് ചിരിച്ചുകൊണ്ട് ഒന്ന് അത് നമ്മുടെ സാറ്റിസ്ഫാക്ഷനാണ്. അപ്പം അവിടെ ചെല്ലുമ്പോൾ ചിലവർ നമ്മുടെ ഒരു എന്നാ പറയുന്നത് വേറെ രീതി, ഇപ്പോൾ ഒന്ന് പെട്ടെന്ന് കഥ അടയ്ക്കുക, ഓർഡർ എന്നിട്ട് ഒരു കൈ മാത്രം കാണും. അപ്പം നമ്മൾ കൊടുത്തിട്ട് പെട്ടെന്ന് അങ്ങനെ പല രീതിയിലുള്ള ആളുകളെ നമുക്ക് കാണാം. മനുഷ്യരെന്താണെന്ന് നമുക്ക് എനിക്ക് സത്യം അറിയാം പല ആൾക്കാരെ കണ്ടുകൊണ്ട്. ചേട്ടാ പേരെന്താ? സലീം. സ്ഥലേ അവിടെ കാക്കനാട് തന്നെയാണ്. ഇവിടെ കങ്ങരപ്പുഴ അടുത്ത. എത്ര നാളായി സ്വിഗ്ഗി? സ്വിഗ്ഗിന്ന് 2018 സൊമാറ്റോ ഓടിക്കൊണ്ടിരുന്നു. 2019 സ്വിഗ്ഗി അക്കൗണ്ട് ഉണ്ട്. ഇപ്പോൾ സ്ഥിരം സ്വിഗ്ഗി ഓടാൻ തുടങ്ങിയിട്ട് ഒരു 6-7 മാസമായിട്ട്. എന്താ സ്വിഗ്ഗിയും സൊമാറ്റോയും തമ്മിൽ ഓടുമ്പം കുറച്ചുകൂടെ ബെനിഫിറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, സ്വിഗ്ഗി ഇൻസെൻറ്റീവിൻ്റെ കാര്യത്തിൽ ഡെയിലി വീക്കിലി രണ്ടും ഉണ്ട് സ്വിഗ്ഗിയിൽ. സൊമാറ്റോയിൽ ഏതെങ്കിലും ഒരെണ്ണം. എങ്ങനെയുണ്ട് സ്വിഗ്ഗി ഓടുന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? കാര്യങ്ങൾ നടക്കുന്നില്ല. ഒരു പരിപാടി എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് കാരണം ഓരോ ദിവസം ചെല്ലുന്നതോറും കൂടുതൽ എട്ടങ്ങേറായിക്കൊണ്ടിരിക്കുന്നു റൈഡേഴ്സ്. ഒരു ദിവസം ശരാശരി എത്ര ഓട്ടം ഓടുന്നു? ഒരു ദിവസം നമ്മളൊരു 12 മണിക്കൂർ 13 മണിക്കൂറൊക്കെ ഓടുകയാണെങ്കിൽ ഡെയിലി ഇൻസെൻറ്റീവ് ഒരു 1000 രൂപ ഓടാം. ഡെയിലി ഇൻസെൻറ്റീവ് 1000 രൂപ നമുക്ക് മെച്ചം കിട്ടുമോ? മെച്ചമല്ല, പിന്നെ വീക്കിലി ഇൻസെൻറ്റീവ് ഉണ്ട്. വീക്കിലി ഇൻസെൻറ്റീവ് എത്രയാണ്? വീക്കിലിപ്പോൾ ഫുള്ള് ഇപ്പോൾ 6000 രൂപ ഓടുകയാണെങ്കിൽ 2550 രൂപ പെട്രോൾ അടക്കം. മൊത്തം ഒരു 10 രൂപ ഓടാം. ഒരു ദിവസം ഒരു 12-13 മണിക്കൂർ വർക്ക് ചെയ്താൽ അതിൽ പെട്രോൾ വരും. സ്കൂട്ടറൊക്കെയാണ് സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മൈലേജ് ഇതാകുമ്പോൾ ഒരു 70-75 മൈലേജ് ഉള്ള കാരണം ഒരു 2000 രൂപ അടുത്ത് പെട്രോൾ. ഓരോ ദിവസം ചിലതും കൂടുതൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും വരുമാനം കൂടുതൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ആദ്യം ഇപ്പോൾ 2018 ഞാൻ സൊമാറ്റോ കൊണ്ട സമയത്ത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഏണിങ്സ് ഉണ്ട്, കുറച്ച് ഓടിയാൽ മതി. പക്ഷെ അത് പിന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. സാധാരണ എല്ലാ ഇതിലും വർദ്ധിച്ചുകൊണ്ടിരിക്കും, ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വരുമാനം കുറഞ്ഞുകൊണ്ടിരിക്കും. ഓടാനായിട്ട് വന്നിട്ട് നിരാശപ്പെട്ട് പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇടയ്ക്ക്. കാരണം ഇത് ഒന്നാമത് ഒരുപാട് പേരെ ഈ കൺട്രോൾ ഇല്ലാതെ എടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും അത് കൃത്യമായിട്ട് ഇപ്പോൾ സ്ഥിരം ഓടുന്നവർക്ക് പോലും പലപ്പോഴും അവരെ തഴയും. ഈ കാലത്തിൻ്റെ ഇടയ്ക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള ഒരു സാഹചര്യം സ്വിഗ്ഗി ഓടി നമുക്ക് ഫുഡൊക്കെ ഡെലിവറി ചെയ്യുന്ന സമയത്തോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി? ഒന്നാമത് സംബന്ധിച്ച് സ്വിഗ്ഗി കസ്റ്റമർ സപ്പോർട്ടില്ല.
മനസ്സിലായി. കസ്റ്റമർ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ റൈഡേഴ്സിന് സപ്പോർട്ടില്ല. അവർ ഹോട്ടലുകാരെയും കസ്റ്റമറെ മാത്രമേ പരിഗണിക്കുള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു ഫുഡ് എന്തെങ്കിലും പ്രശ്നം വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കട്ട് ചെയ്യുന്ന രീതിയാണുള്ളത്. ഹോട്ടലുകാരുടെ ഒരു സമീപനമൊക്കെ എങ്ങനെയാണ്? നമ്മൾ സ്വിഗ്ഗി ഹോട്ടലുകാർ കുറേ പേരൊന്നും കുഴപ്പമില്ല. കുറേ പേരൊക്കെ ഏതാണ്ട് നമ്മൾ സൗജന്യമായിട്ട് അവിടെ എടുക്കാൻ മുന്നോട്ടാണ് ചിലർ വരുമാറ്റം. അത് അവന്മാരുടെ വിവരമില്ലായ്മയാണ്, ബോധമില്ലാത്തതുകൊണ്ടാണ്. കാരണം ഇതും കസ്റ്റമർ തന്നെയാണ്. ഈ കാക്കനാട് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ഓർഡർ കിട്ടുന്ന ഒരു സ്ഥലമാണ് സ്വിഗ്ഗിയെ സംബന്ധിച്ച് അളകാപുരി തന്നെ ഏറ്റവും കൂടുതൽ. നമ്മൾ ഈ സ്വിഗ്ഗിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു വീഡിയോ ചെയ്യുമ്പം നമ്മൾ കുറേ ആളുകളായിട്ട് അവരുടെ ഒരു കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, പലരും പല മേഖലയിൽ നിന്ന്, ഇപ്പോൾ പാലക്കാട് നിന്ന് വന്ന ആൾക്കാരുണ്ട്, കോഴിക്കോട് നിന്ന് വരുന്ന ആൾക്കാരുണ്ട്, കണ്ണൂരുണ്ട്, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന് ഈ സ്വിഗ്ഗി ഓടാൻ വേണ്ടി ഇപ്പോൾ കേരളത്തിൻ്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഒരു ടൗൺ ഏരിയകളിലൊക്കെ തന്നെ സ്വിഗ്ഗി ധാരാളമായിട്ടുണ്ട്. അപ്പം അവർ ഇവിടെ വന്നിട്ട് അവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് എമൗണ്ട് ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചില ആൾക്കാർ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതോടൊപ്പം തന്നെ ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പല രീതിയിലാണ് ആൾക്കാർ ഈ ഒരു ജോലിയെ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഒരു വരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പെട്രോളിൻ്റെയൊക്കെ ഒരു വില കൂടിയൊരു സമയത്ത് വലിയ വരുമാനം ഇല്ലാത്തവരുണ്ട്. എന്നാൽ രാവിലെ മുതൽ ഒരു 14 മണിക്കൂറൊക്കെ തുടർച്ചയായിട്ട് ഓടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള ആളുകളാണ് സ്വിഗ്ഗിയിൽ ഓടുന്നത്. അപ്പോൾ എന്തായാലും കുറേ ആളുകളൊക്കെ ആയിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്തു. അപ്പോൾ കുറച്ച് പേരൊക്കെ നമ്മുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അത്ര തയ്യാറല്ല, നമ്മുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്, പക്ഷേ വീഡിയോയിലേക്ക് വരാൻ അവർക്ക് താല്പര്യമില്ല. സ്വിഗ്ഗി എന്ന് പറയുന്നത് എന്താ പലർക്കും പലതാണ്. എൻ്റെ പേര് ബിജിൻ എന്നാണ്. 3 വർഷമായിട്ട് ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പം അവരുടെ ഡിസംബർ ഓഫർ എന്ന് പറഞ്ഞാൽ അവർ ഇട്ടിട്ടുണ്ട്. അതായത് നമ്മൾ ഒരാളെ ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ 4000 രൂപ, 3 പേരാകുമ്പോൾ 18000, 10 പേരാകുമ്പോൾ 60000, അതിന് മേളിൽ പോയി കഴിഞ്ഞാൽ 60000 പ്ലസ് 45000ത്തിൻ്റെ എന്തോ ഗിഫ്റ്റ് വോച്ചറല്ലേ, ഈ ഓഫറാണ് അവർ ഇട്ടിരിക്കുന്നത്. ഇത് എന്നിട്ട് ഇത് കണ്ടിട്ട് ഇത് തന്നെ അവർ തന്നെ എന്നിട്ട് വെച്ചിട്ടുണ്ട്. അതായത് അവിടെ നമ്മൾ ഒരാളെ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ ഒരാൾക്ക് ഇത്ര രൂപ വെച്ച് കിട്ടുന്നുണ്ടല്ലോ, അവർ തന്നെ എന്നിട്ട് പോസ്റ്റർ അടിച്ച് ഒട്ടിച്ചിരിക്കും എല്ലായിടത്തും. എന്നിട്ട് ആ പൈസ അവർ തന്നെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ പുതിയതായിട്ട് വരുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഓട്ടവും പൈസയും. അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. പുതിയതായിട്ട് വരുന്നവർക്ക് ഓട്ടോ ഇട്ട് കൊടുക്കും. നമ്മളിപ്പോൾ നമുക്ക് ഓർഡർ ഇല്ല. ഈ പുതിയ ഞാൻ 3 വർഷമായി നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ 3 വർഷമായിട്ട് നമ്മൾ ഓടുന്നതാണ്. പുതിയതായിട്ട് വന്നവർക്ക് ഓർഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം തന്നെയാണെങ്കിലും നോക്കിയാലും ഇപ്പോൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് 15 രൂപ കൂടുതൽ മേടിക്കുന്നുണ്ട്, 20 രൂപ കൂടുതൽ മേടിക്കുന്നുണ്ട്, പീക്ക് അവറാണെന്നും പറഞ്ഞുകൊണ്ട്. ഇപ്പം ലാസ്റ്റ് ഓർഡർ അടിച്ചത് 10:15-നാണ്. ഇപ്പം സമയം 12 മണിയായി. നമുക്ക് ഓർഡർ ഇല്ല. അതിനനുസരിച്ച് പിള്ളേർ ഇതുപോലെ കൂടുമല്ലേ. പിള്ളേർ ഇതുപോലെ കൂടുമ്പോൾ നമുക്ക് എവിടെ നിന്ന് ഓർഡർ കിട്ടുന്നത്? അവർ തന്നെ പിള്ളേരെ ഇറക്കുകയാണ്. കാരണം പിള്ളേരെ എടുക്കുമ്പോൾ ഇൻസെൻറ്റീവ് കൊടുക്കുന്നതിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓർഡർ കൂടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ കിട്ടുന്നില്ല. 10:15 അടിച്ചതാണ്. ഇപ്പോൾ സമയം 12 മണിയായിട്ട് നമുക്ക് ഓർഡറില്ല. കസ്റ്റമറുടെ കയ്യിൽ നിന്ന് 20 രൂപ വെച്ച് മേടിക്കുന്നുണ്ട്. എന്നിട്ട് ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് തേർഡ് പാർട്ടിയുമായിട്ട് 2 ആപ്പുണ്ട്. അവർക്ക് അവിടെ അതിലോടുന്നവർക്ക് മാത്രം ഈ എക്സ്ട്രാ വരുന്ന പൈസ കൊടുക്കണ്ട. അവർക്ക് തേർഡ് പാർട്ടി ആയിട്ടുള്ള 2 ആപ്പുണ്ട്. ആ 2 ആപ്പിൽ ഓടുന്നവർക്ക് ഓർഡർ കൊടുക്കുന്നു. സ്വിഗ്ഗിയുടെ യൂണിഫോം ഇട്ട് നിൽക്കുന്നവർ ഇവിടെ നിന്ന് അവരുടെ പരസ്യം ചെയ്യും. അത്രേ നടക്കുന്നുള്ളൂ. നമുക്ക് ഗുണമൊന്നുമില്ല. പിന്നെ നമ്മുടെ നാട്ടിലറിയാമല്ലോ, ആർക്കും ജോലിയില്ല. നല്ല നല്ല കമ്പനിയിൽ നല്ലയിടത്തൊക്കെ വർക്ക് ചെയ്തവരാണ്. നമ്മുടെ ഓരോ സിറ്റുവേഷൻ കൊണ്ട് ഇവിടെ വന്നതാണ്. ഇവിടെ പിടിച്ച് നിൽക്കുന്നത്. നേരത്തെ 10 മണിക്കൂർ കിട്ടിക്കൊണ്ടിരുന്ന സാധനം ഇപ്പോൾ 16 മണിക്കൂർ 18 മണിക്കൂർ ഒരു ദിവസം പോകും. നേരത്തെ ഒരു 120 കിലോമീറ്ററിൽ ഓടിയാൽ നമുക്ക് പെട്രോളും കഴിഞ്ഞിട്ട് എന്തെങ്കിലും കിട്ടും. ഇപ്പം നമുക്ക് കിട്ടുന്ന 200 കിലോമീറ്റർ 200-ന് മേളിലാണ് ഒരു ദിവസം ഓടുന്നത്. ഒരു ദിവസം നമുക്ക് എമൗണ്ട് കിട്ടണമെങ്കിൽ മിനിമം ഇപ്പോൾ 200-ന് മേളിൽ ഓടണം. 200 കിലോമീറ്ററും ഒരു 16 മണിക്കൂറുകൂടെ ഓടിയാലേ ഉള്ളൂ നമുക്ക് ചിലവും കഴിഞ്ഞിട്ടൊരു 10-900 രൂപ കിട്ടത്തുള്ളൂ. ഈ 900 കിട്ടിയോണ്ടും കാര്യമില്ല. വണ്ടിയുടെ മെയിൻ്റെനൻസ് അത് ഇതെന്ന് പറഞ്ഞ് പല കാര്യങ്ങളും വരും. അങ്ങനെയാണ്. നമസ്കാരം ബ്രോ, എന്താ പേരെന്താ? എൻ്റെ പേര് ശരത്ത്. എവിടെ സ്ഥലമാണ്? സ്ഥലം തലയപ്പുറം വൈക്കം. അവിടെ നിന്ന് വന്നിട്ടാ ഓടുന്നത്? അവിടെ നിന്ന് വന്നിട്ടോ. സ്വിഗ്ഗിയിൽ എത്ര നാളായി ഓടുന്നത്? സ്വിഗ്ഗിയിലിപ്പോൾ ഒരു 2.5 വർഷമായി. 2.5 വർഷം. 3 വർഷം ആകാറായി. ആളോടുന്നുണ്ടോ? ആള് പാർട്ണറായിട്ട് കൂടെ വന്നിട്ടുള്ള ജോലി. കണ്ണ ഇവിടെ വൈക്കം തന്നെ. രണ്ടുപേരും കൂടെ അഡ്ജസ്റ്റ് ചെയ്തോളൂ. 2 പേര് അഡ്ജസ്റ്റ് ചെയ്ത് ഇറക്കി വരാറുണ്ട്. എങ്ങനെ എന്തുകൊണ്ടാണ് സ്വിഗ്ഗി ഓടാനുള്ളൊരു തീരുമാനം? സ്വിഗ്ഗിയിൽ കിലോമീറ്റർ അനുസരിച്ച് അത്യാവശ്യം എമൗണ്ട് അവർ തന്നെ ഉണ്ട്. പിന്നെ ഡെയിലി എമൗണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ 300 രൂപയ്ക്ക് വില. എത്ര? 300 രൂപ മിനിമം ഗ്യാരണ്ടി ഉണ്ട്. 300 രൂപ. 9.5 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ 300 രൂപ. 300 രൂപ. പാർട്ട് ടൈം വർക്ക് 150 രൂപ. പക്ഷേ നമുക്ക് അത്യാവശ്യം ഏണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 600 രൂപ 700 രൂപ തൊട്ട് ഏണിംഗ് കിട്ടാറുണ്ട്. ചില
എന്തായാലും 500-600 രൂപ പിള്ളേർക്ക് കിട്ടും. ഒരു ദിവസം 500 രൂപ ഏണിങ്സ് ഉണ്ടാവുന്നുണ്ട്. എങ്ങനെ വെച്ചാലും കിട്ടും. കാരണം വീക്കിലി ഇൻസെന്റീവ് ഉണ്ട്, ഡെയിലി ഇൻസെന്റീവ്. ഈ ഒരു ജോലി ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്, അങ്ങനെ പറയാൻ പറ്റും. ഈ ജോലി ഇഷ്ടപ്പെട്ട് ചെയ്യണതാണ്. പിന്നെ പാർട്ട് ടൈം ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യണം. വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? വേറെ പഠിക്കാൻ പോകുമായിരുന്നു. എവിടെ പഠിക്കുന്നു? ഇവിടെ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടില്ലേ പഠിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഒരു പാർട്ട് ടൈം ജോലി, അതിന്റെ ഒപ്പം തന്നെ ജോലി, അതിന്റെ ഒപ്പം നമുക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനം എന്നുള്ള രീതിയിൽ. സ്വന്തമായിട്ട് വരുമാനമുള്ള ജോലി. നമുക്ക് ഒരു ദിവസം എത്ര രൂപയ്ക്ക് പെട്രോൾ അടിക്കേണ്ടി വരുന്നുണ്ട്? ഒരു ദിവസം ഏകദേശം ഒരു 200 രൂപക്ക് മേലെ, 250 രൂപ പെട്രോൾ ഓട്ടോ ഉള്ള ദിവസങ്ങളാണെങ്കിൽ 300 രൂപ വരെ അടിക്കും, 350 രൂപ അടിക്കും. അടിക്കേണ്ടി വരും. ഓട്ടോ ഉള്ള ഒരുപാട് ഓട്ടം ഉണ്ടാക്കി നമുക്കൊരു 500 രൂപ ഏൺ ചെയ്യുവാണെങ്കിൽ 250 രൂപക്ക് പെട്രോൾ പറ്റും. അപ്പം മൈലേജുള്ള വണ്ടിയാണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. മൈലേജ് ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ ഭയങ്കര പാടാണ്. ബ്രോ എന്താ പേര്? ആകാശ്. എങ്ങനെയാ സ്വിഗ്ഗിയിലേക്ക് എങ്ങനെയാ? സിറ്റിയിലേക്ക് വന്നെന്ന് വെച്ചപ്പോ ഒരു 1.5 വർഷമായി. കൂട്ടുകാര് പറഞ്ഞ ഞാൻ കയറിയതാ. എന്താ സ്വിഗ്ഗി തെരഞ്ഞെടുക്കാൻ എന്താ സാമ്പത്തികമായിട്ട് നമുക്ക് സാമ്പത്തികമായിട്ടും പിന്നെ നമ്മുടെ അവസ്ഥയും. ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞതാണ്, BSc ഇലക്ട്രോണിക്സ് ആയിരുന്നു. ഇലക്ട്രോണിക്സ്. പിന്നെ അല്ലാണ്ട് വേറെ ഡിപ്ലോമ കോഴ്സുകളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടില് എത്ര പഠിപ്പുണ്ടായിട്ടും നമുക്ക് ആപ്പാടി കിട്ടുന്ന 15,000 രൂപയാണ്. ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇതിനകത്ത് വന്നത്. പിന്നെ നമ്മുടെ ഫാമിലി ഇഷ്യൂസ്, പേഴ്സണൽ ഇഷ്യൂസ് വേറെ, ഇതൊക്കെ കൊണ്ട് നമുക്ക് ഈ ജോലി തിരഞ്ഞെടുക്കേണ്ടി വന്നു. അപ്പൊ ഈ ഒരു ഫീൽഡിൽ നിന്ന് മാറാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്? ഉറപ്പായിട്ട് ആഗ്രഹമുണ്ട്. കാരണം തുടക്കത്തിൽ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു ഒരാഴ്ച ഒരു 15,000 രൂപ വരെ നമുക്ക് കിട്ടിയിരുന്നു ഒരാഴ്ച സ്വിഗ്ഗി ഓടുന്ന ടൈമിൽ. അപ്പൊ അതിനകത്ത് ഈ 15,000 കിട്ടിക്കഴിഞ്ഞാൽ ഒരാഴ്ചത്തെ ചെലവിലേക്ക് പെട്രോളും ബാക്കി ചിലവിലേക്കൊക്കെ ആയിട്ട് 5,000. പിന്നെ വണ്ടിക്ക് വല്ല പണികളൊക്കെ ഉണ്ടെങ്കിൽ ഓയിൽ ചേഞ്ച് അങ്ങനെയൊക്കെ ആയിട്ട് ഒരു 3,000 ആയിട്ട് ബാക്കി നമുക്ക് കയ്യിലുണ്ടായിരുന്നു. ബാക്കി ഒരു 7,000 രൂപ കയ്യിൽ കിട്ടുമായിരുന്നു. പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് ഒരാഴ്ച കിട്ടുന്നത് 8,000 രൂപയാണ്. ഒരാഴ്ചയിൽ 8,000. അതിൽ നിന്ന് പെട്രോളും വണ്ടിയുടെ ചിലവും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരാഴ്ചത്തെ പണി പൈസ എന്ന് പറഞ്ഞാൽ 1,000 രൂപയാണ്. അത്രേ ഉള്ളൂ. 1,000 രൂപ കഷ്ടി കിട്ടുന്നുള്ളൂ. അത്രയ്ക്ക് ഗത്യന്തരായതുകൊണ്ട് പിന്നെ ഇപ്പോൾ വേറെ ജോലിയും കിട്ടുന്നില്ല. മാത്രമല്ല പെട്രോളിന്റെ എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ അതിനനുസരിച്ച് നമുക്ക് ഒരു ദിവസം എത്ര ഇതെടുക്കുന്നുണ്ട്? ഒരു ദിവസം ഞങ്ങൾ ഒരു 10-30 ഓർഡർ എടുത്താലേ നമുക്കൊരു 1,200 ആവുള്ളൂ. 1,200 കിട്ടുള്ളൂ. 30-32 ഓർഡർ എടുക്കും. വളരെ കഷ്ടമാണ്. ഒരുപാട് പേരില്ലേ ഇപ്പൊ സ്വിഗ്ഗിയിൽ? നമുക്ക് ഞാനൊക്കെ കയറുമ്പോ ടൈമിലുള്ള ഒരുപാട് പേര് നിർത്തിപ്പോയി. കാരണം കിട്ടുന്ന പണിക്ക് പുതിയ പിള്ളേര് വന്നെങ്കിൽ പോലും അവര് നിസ്സാര ആൾക്കാരെ നിന്ന് കിട്ടുന്നുള്ളൂ. ബാക്കി എല്ലാവരും നിർത്തിപ്പോയി. കാരണം നല്ല പറ്റിക്കലാണ്. ഇപ്പൊ തന്നെ ഇപ്പൊ ഇവിടെ ബ്ലോക്ക് ഉണ്ടാവില്ലേ? എറണാകുളം കൊണ്ട് ബ്ലോക്കിന് പേരിട്ട നല്ലതാണ്. ഈ ബ്ലോക്കിൽ ട്രാവൽ ചെയ്തിട്ട് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം, എന്റെ ഫോണിൽ കിടക്കുന്നുണ്ട്. ബ്ലോക്കിൽ ട്രാവൽ ചെയ്തിട്ട് പോലും ബ്ലോക്ക് ആകുമ്പോൾ നമുക്ക് കൃത്യം ടൈമിൽ എത്തിക്കാൻ പറ്റില്ല. അതിന് നമുക്ക് പെനാൽറ്റി. ഇപ്പൊ ഞാൻ 20 രൂപയുടെ ഓർഡർ പെനാൽറ്റി വരുന്നുണ്ട്. 20 രൂപയുടെ ഓർഡർ ആയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ആ 20 രൂപ പെനാൽറ്റി കസ്റ്റമർക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ഫുഡ് കൊണ്ടുവരും. ടിപ്പ് ഇതിനകത്ത് ഓർഡർ ഏണിങ്സിൻ്റെ കൂടെ ആഡാക്കും. ഒരു 5 കിലോമീറ്റർ ഉള്ള ഓർഡർ ആണെങ്കിൽ അവന്മാർ തരേണ്ട എമൗണ്ട് അല്ല, ടിപ്പ് കസ്റ്റമറുടെ ടിപ്പിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ട് ഞങ്ങൾക്ക് ആ മൈനസ് ചെയ്തിട്ടേ തരുള്ളൂ. എന്ന് വെച്ചാൽ അവന്മാരുടെ എമൗണ്ട് ഒരു 10-20 രൂപ കുറച്ചിട്ട് കസ്റ്റമറുടെ എമൗണ്ട് അതിനകത്ത് കയറ്റും. അവർ ടിപ്പ് തന്നെ അതിൽ ഉൾപ്പെടുത്തി ചെയ്യുള്ളൂ. പിന്നെ വേറെ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഡബിൾ ഓർഡർ ഉണ്ടെങ്കിൽ മറ്റേ സെക്കൻഡ് ഓർഡർ കൊടുക്കാൻ താമസിക്കേണ്ട അവസരം ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവർ സ്വിഗ്ഗി 2 ഓർഡർ തന്നോണ്ടാണ് ഇവർ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏണിംഗ് ആയിട്ട് വരും. അപ്പോൾ ഞങ്ങൾ വേറെ രണ്ടാമത്തെ ഓർഡർ ആയിട്ട് ചെല്ലുമ്പോൾ അവർക്ക് നല്ല താമസം ഡിലേ വരും. അപ്പോൾ നമ്മളോട് ചോദിക്കും അതെന്താ താമസിച്ച്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ അങ്ങനെ പോലെ പ്രശ്നങ്ങളൊക്കെ പല പിള്ളേർ ഇവിടെയുള്ള ഓർഡർ ആൾക്കാരൊക്കെ എല്ലാവരും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ കാര്യം പറഞ്ഞ് നിൽക്കും. എന്ന് വെച്ചാൽ കസ്റ്റമറെ സ്വിഗ്ഗി ആയിട്ട് മാനേജ് ചെയ്യാൻ പറയും. പക്ഷെ അവരെന്നാലും പിന്നെ നമ്മളങ്ങനെ തന്നെ ഡബിള് അവർക്ക് ലാഭം ഉണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ അങ്ങനെ ഓടിപ്പിക്കുകയുള്ളൂ. പെനാൽറ്റി തന്നെ ഒരു ചെറിയ പൈസ ഒന്നുമല്ല. 300 രൂപ 400 രൂപ ഒരു ദിവസം പണിയണ കാശ് മൊത്തം പകുതി പെനാൽറ്റി എടുത്തിട്ടുണ്ട്. അങ്ങനെ പലതവണ ഉണ്ടായിട്ടുണ്ട്. അത് ഇവന്മാർ തിരിച്ച് റിട്ടേൺ ഇടും. ചോദിക്കാത്തവരാണെങ്കിൽ കാശ് പോയി. നമ്മൾ ചോദിക്കുന്ന ആൾക്കാർ മര്യാദക്ക് ചോദിച്ചു നോക്കിയാൽ പുതിയ പിള്ളേരാണെങ്കിൽ അവന്മാർ പഠിച്ച് അവന്മാർക്ക് ചിലപ്പോൾ ആരും ചോദിക്കാൻ കാണത്തില്ല. ഒറ്റക്കല്ലേ പണിക്ക് തന്നെ എത്ര എമൗണ്ട് അവർ കട്ട് ചെയ്തെടുക്കും. അവന്മാർ എത്ര 300 രൂപ 300 രൂപ എൻ്റെ 300 രൂപ ഉറപ്പല്ലേ. എൻ്റെ 300 രൂപ 500 രൂപ പിടിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം പിടിച്ചിട്ട് ഞാനത് ചൂടായിട്ട് അവന്മാർ തന്നിട്ടില്ല. അവർ പറഞ്ഞാൽ അത് നമുക്ക് അതിനകത്തൊരു ബന്ധമില്ല. അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് നേരിട്ട് സംസാരിക്കാൻ ആരുമില്ല. ഇവന്മാർ കസ്റ്റമർ കെയർ എന്ന് പറഞ്ഞ സാധനം വെറുതെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുക. എൻ്റെ വീട് പറവൂര, എടപ്പള്ളിയിൽ നിന്ന് 20 കിലോമീറ്റർ ആണ് എൻ്റെ വീട്. ഞാനൊരു ദിവസം വീട്ടിൽ ചെന്നെത്തുന്നത് വെളുപ്പിന് 2 മണി 3 മണിക്ക്. ഉച്ചയ്ക്ക് ഞാനൊരു 11 മണിക്ക് ഇറങ്ങും. അത് കഴിഞ്ഞ് രാത്രി വരെ ഓട്ടോ. കാരണം അങ്ങനെ ഓടിയാലേ നമുക്ക് വല്ലതും കിട്ടുന്നുള്ളൂ. കാരണം പ്രാരാബ്ധക്കാരാണല്ലോ, പൈസ നമുക്കൊന്നും ആവുന്നില്ല. പിന്നെ റോട്ടിൽ പിന്നെ ഞങ്ങള് യൂണിഫോം ഒക്കെ ഇട്ട് കാണുമ്പോൾ നാട്ടുകാരുടെ ഭാഗത്തും എഡ്യൂക്കേറ്റഡ് അല്ല, അങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ട്. വളരെ ഞങ്ങളൊന്ന് കച്ചറ ടീംസാണ്, അങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് കുറേ പേര്. വെറുതെ ഇന്നലെ റോട്ടിൽ ഇതേപോലെ സൈഡിൽ നിൽക്കുകയായിരുന്നു. ഇങ്ങാട് വന്ന് വണ്ടിയും കൂടി ഇടിച്ചിട്ട് എന്നെ വന്ന് തല്ലി. അതാണ് നമ്മുടെ അവസ്ഥ.
ഫുഡ് കഴിക്കുന്ന സമയങ്ങളിൽ എന്തെങ്കിലും ആൾക്കാർ എന്തെങ്കിലും പറയാറുണ്ടോ? പിന്നെ ഒരുപാട് പറയാറുണ്ട്. കാരണം നമുക്ക് ഓൾറെഡി 10 മണി കഴിഞ്ഞാൽ രാത്രി കൊണ്ടേ കൊടുക്കാൻ പാടില്ല. അപ്പാർട്ട്മെന്റ് ഫ്ലാറ്റുകളിലൊന്നും നമുക്ക് കയറാൻ പാടില്ല. പോലീസിന്റെ നിയമമാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. പക്ഷെ ഇത് കസ്റ്റമർ അടുത്ത് പറഞ്ഞാൽ കേൾക്കില്ല. അവര് വന്നിട്ട് അവർ ഓർഡർ ചെയ്തിട്ട് അവർക്ക് എത്തിയെന്നും പറഞ്ഞ് നമ്മളെ വന്ന് ചീത്ത പറയും, നമ്മളെ തെരുവ് വിളിക്കും. അങ്ങനെ പറഞ്ഞ് കേൾക്കാമെന്ന് മാത്രമേ നിവൃത്തിയുള്ളൂ. കാരണം ഞങ്ങളുടെ കസ്റ്റമർ കെയറിലോ എന്തിനോ റിപ്പോർട്ട് ചെയ്തിട്ട് യാതൊരു ഫലമില്ല. ബ്രോ എന്താ പേരെന്താ? രാജേഷ്. എങ്ങനെ ഓട്ടത്തെ പറ്റി ഒന്ന് പറയും? ഓട്ടോ എന്ന് വെച്ചാൽ ബ്രോ ഇത് ചില ദിവസങ്ങൾ നല്ല ഓട്ടം ഉണ്ടാവും, ചില ദിവസം ഓട്ടം ഇല്ല. അതായത് ഓടുന്ന ആൾക്കാർ നമ്മൾ സ്ഥിരമായിട്ട് ഇതിൽ ഓടുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ കോളേജ് പഠിക്കുന്ന പയ്യന്മാരൊക്കെ ഇടയിൽ ഡ്യൂട്ടി പാർട്ട് ടൈമായിട്ട് ഓടുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ കുറേ ആൾക്കാർ ഇതിലുണ്ട്. അതായത് സ്ഥിരമായിട്ട് ഇതിനെ മാത്രം വിശ്വസിച്ച് ഓടുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെ ഇപ്പോൾ ഫാമിലീസ്, അവരെ കുഞ്ഞുങ്ങൾ, അവരെയൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഓടുന്ന ആൾക്കാർ ഇവിടെ കുറേ ഉണ്ട്. പക്ഷേ ഇതിൽ എന്താ ഇഷ്യൂ എന്ന് വെച്ചാൽ ഈ ലാസ്റ്റ് സമയത്തിനാകുമ്പം ഇപ്പോൾ 1 രൂപ 2 രൂപ നോക്കാകുമ്പോൾ ചിലപ്പോൾ ഓർഡർ അടിക്കാറില്ല. ചിലരൊക്കെ വെളുപ്പാങ്കാലം വരയ്ക്കും നിൽക്കും ഈ 2 രൂപയ്ക്ക് വേണ്ടി 1 രൂപയ്ക്ക് വേണ്ടി. അത് വെറും 1 രൂപയായിരിക്കും, പക്ഷേ അവർക്കൊന്നും ഓർഡർ അടിക്കില്ല. ബാക്കിയുള്ളവർക്കൊക്കെ ഓർഡർ അടിച്ചു കൊടുക്കും. ആ 1 രൂപ 2 രൂപയ്ക്ക് വേണ്ടി നിൽക്കുന്നില്ല ബ്രോ, അവർക്ക് ഓർഡർ അടിക്കില്ല. ചിലപ്പോൾ അവർ ഇന്ന് രാവിലെ ഒരുപാട് സമയം വേണ്ടി വരും. അതായത് രാവിലെ 7 മണി തൊട്ട് ഒരു വൈകുന്നേരം വരെ ഡ്യൂട്ടി, ഒരു 6 മണി വരെ ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് വെച്ചാൽ അവർക്ക് ആ സമയത്തിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആവില്ല. അവർ ഡ്യൂട്ടി ടൈം മാക്സിമം 12 മണി, രാത്രി 12 മണി 1 മണിയൊക്കെ ആവും. ചിലരൊക്കെ ഇന്നൊരു പയ്യൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ട് പോയായിരുന്നു. ആ പയ്യൻ രാവിലെ 7 മണിക്ക് ഇറങ്ങിയതാണ്. ഇന്ന് വെളുപ്പാങ്കാലം 5:30 വരെ നിന്നിട്ട് 26 രൂപ കൊടുത്തില്ലെന്ന്, ലാസ്റ്റ് ഫൈനൽ ഇൻസെൻറ്റീവിന് വേണ്ടിയിട്ട്. പിന്നെ ആ പുള്ളിക്ക് ഭയങ്കര വിഷമമായിരിക്കും. കാര്യം അത് ഇവർ വിശ്വസിച്ച് കിടക്കുന്നതാണ്. ചിലരൊക്കെ നമ്മൾ ഈ സർജിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ട്, അവരെയൊക്കെ ഞാൻ ഡിപ്പെൻഡ് ചെയ്ത് പറയുന്നില്ല. അല്ലാതെ ഓട്ടം ഉള്ള സമയത്ത് അവർക്ക് ഓട്ടം കൊടുക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇത് ഇൻസെൻറ്റീവും കാര്യങ്ങളും. എത്ര മണിക്കൂർ ഓടുന്നുണ്ട്? ഞാൻ ഓടുന്നത് ഒരു 17 മണിക്കൂറൊക്കെ ഒരു ദിവസം. 17 മണിക്കൂറൊക്കെ ഓടും ഒരു ദിവസം. രാവിലെ തൊട്ട് ചില ദിവസങ്ങളൊക്കെ ഓർഡർ ഉള്ള സമയത്ത് കഴിക്കാറൊക്കെ പോകാറില്ല. ബാക്കിയുള്ള സമയം കഴിക്കാനും എടുക്കാനൊക്കെ പോകാറുള്ളൂ. അല്ല നമുക്ക് നമ്മൾ അത്ര ബുദ്ധിമുട്ടി അവർ അതിനനുസരിച്ച് വല്ലതും പൈസ വല്ലതും തരികയാണെങ്കിൽ നമുക്കൊരു ഇഷ്യൂസ് ഇല്ല. അതായത് ഇവർ ചിലരൊക്കെ വിശ്വസിച്ചിരിക്കുന്നത് ചിലരൊക്കെ കുറേ നമ്മളെ സംസാരിക്കുമ്പോൾ അറിയാമല്ല, നമ്മളെ ഇതിനെ വിശ്വസിച്ചായിരിക്കും. അപ്പോൾ ഇതിൽ എന്താ പോസ്റ്റെന്ന് വെച്ചാൽ ചിലരൊക്കെ വിശ്വസിച്ച് അതിലേ എനിക്ക് വെയിറ്റ് ചെയ്ത് ഓർഡർ കിട്ടുമെന്ന് പറഞ്ഞൊക്കെ നിൽക്കുന്ന സമയത്ത് അവർക്ക് ഓർഡർ അടിക്കുമല്ലോ ബ്രോ. അപ്പം അവർക്ക് നല്ല വിഷമമാവും. ബ്രോ നമസ്കാരം, പേരെന്താ? പേര് ഹാഷിം. എവിടെ സ്ഥലം? എവിടെ സ്ഥലം? NGO ക്വാർട്ടേഴ്സ്, കാക്കനാട്. എത്ര നാളായി സ്വിഗ്ഗി ഓടാൻ തുടങ്ങി? സ്വിഗ്ഗി ഇപ്പോൾ ഓടാൻ തുടങ്ങിയിട്ട് ഞാൻ നേരത്തെ സൊമാറ്റോണ് ഓടി തുടങ്ങിയത്. അപ്പോൾ അവർ കിക്സാക്കിയതിൻ്റെ പേരിൽ പിന്നെ സ്വിഗ്ഗിയിലേക്ക് ചേർന്നതാണ്. അപ്പോൾ സ്വിഗ്ഗി കുഴപ്പമൊന്നും ഉണ്ടായില്ല, ആദ്യ കാലത്തൊന്നും കുഴപ്പമുണ്ടായില്ല. ഇപ്പം ഇത്തിരി ശോകമാണ്. വേറെ എന്തെങ്കിലും ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? വേറെ ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്തെങ്കിലും സ്വന്തമായിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കി എന്തെങ്കിലും സ്വന്തമായിട്ട് വല്ല ബിസിനസ്സാ അല്ല ഓൺലൈനായിട്ട് ഇങ്ങനെ വല്ല ഫുഡിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങാമെന്നൊക്കെ ഉള്ളൊരു ധാരണയുണ്ട്. ഈ സമയത്ത് കിട്ടിയേക്കണത് ഇപ്പം ഞാൻ ഒരു 500 രൂപയ്ക്ക് ഇപ്പോൾ ഓടിയിട്ടുണ്ട്. രാവിലെ മുതൽ ഇപ്പോൾ ഈ സമയം വരെ 500 രൂപയ്ക്ക് ഓടിയിട്ടുണ്ട്. 500 രൂപ ഇനി ഒരു 10-25 രൂപ അടിച്ചാൽ 200 രൂപ ഇൻസെൻറ്റീവ് ആകുമ്പോൾ 700 ആവും. പിന്നെ നിൽക്കണം നമ്മൾ. ഈ 850 അടിക്കണമെങ്കിൽ പിന്നെ നിൽക്കേണ്ടി വരും. നമ്മൾ സാധാരണ ഡ്യൂട്ടി ചെയ്യണ പോലെ അല്ലല്ലോ ഇത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ മേടിച്ച് വീട്ടിലേക്ക് പോരാം. പക്ഷേ ഇത് 10 മണിക്കൂർ 12 മണിക്കൂർ ഒക്കെ ഡ്യൂട്ടി ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ളൊരു രാത്രി കാലങ്ങളിലൊക്കെ ഓടാറുണ്ട്. 10 കിലോമീറ്ററൊക്കെ ആണെങ്കിൽ റിട്ടേൺ പൈസ എന്നും പറഞ്ഞ് ഇത് തരും. അത് ചിലപ്പോൾ അവിടെ നിന്ന് ഓർഡർ അടിച്ചാലും നമുക്കത് കിട്ടൂല. അവിടുന്ന് അവർ അതിന് പകരം റിട്ടേൺ ഓർഡർ അടിച്ചു തരും. കഷ്ടപ്പെട്ട് ഓർഡർ ആണെങ്കിൽ രാവിലെ തുടങ്ങി 7 മണി തുടങ്ങി ഓർഡർ ആണെങ്കിൽ ഒരു 750 രൂപക്ക് ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 300 രൂപ നമുക്ക് ഇൻസെൻറ്റീവ് കിട്ടും. പെട്രോളിൻ്റെ എല്ലാം ചിലവും കഴിഞ്ഞിട്ട് ബാക്കി ചിലപ്പോൾ രാത്രി 10 മണി 9:30, ചില ദിവസം മാത്രം ഒരു 5 മണി 6 മണിക്കൊക്കെ ഇൻസെൻറ്റീവ് ആക്കി തരും. പിന്നെ അത് മാത്രമല്ല, ഇപ്പോഴും കൊടുക്കുന്നതിൽ ഈ പയ്യന്മാർക്ക് കൊടുക്കുന്ന ഈ ബാഗിൻ്റെ ക്വാളിറ്റി അത്ര പോരാ. സാധനങ്ങളൊക്കെ എടുത്ത് പോകുമ്പോഴൊക്കെ സാധനമൊക്കെ ഡാമേജ് ആകാനുള്ള കൂടുതൽ ചാൻസ് ഉണ്ട്. ഇതിലൊക്കെയാണ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്നത്. അവരുടെ അടുത്ത് തിരിച്ച് കമ്പനിയിൽ ചെന്ന് ബാഗ് വല്ലതും ഡാമേജ് ആയെന്ന് പറഞ്ഞ് നമ്മളെ പയ്യന്മാരൊക്കെ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ചോദിക്കുന്ന സമയത്ത് അവർ ബാഗ് കറക്റ്റായിട്ട് അവർ തിരിച്ച് കൊടുക്കുന്നില്ല. അവർ അടുത്തും പേയ്മെൻറ്റ് മേടിച്ചിട്ടാണ് അതിനെ കൊടുക്കുന്നത്. അത് പാവം നമ്മളെ പയ്യന്മാർക്ക് അതിന് പ്രശ്നമാവില്ല. ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ കാശൊന്നും കിട്ടണമെന്നില്ല. ഇപ്പോൾ നേരത്തെയൊക്കെ 4 മണി 5 മണിയാകുമ്പോൾ
ഇൻസ്റ്റന്റ് ലീവ് അടിച്ച് നമുക്ക് പോകായിരുന്നു. ഇപ്പോൾ 10, 12, 11 മണി വരെയൊക്കെ നിന്നവരാണ് ഇപ്പോൾ അടിക്കുന്നത്. അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇതിനകത്ത് കുറേ തേർഡ് പാർട്ടി ടീംസിനാണ് ഇപ്പോൾ എല്ലാ ഓർഡറും കൊടുക്കുന്നത്. നമ്മൾ കമ്പനിക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യാൻ റെഡിയാണ്, നമുക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷേ കമ്പനി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ തേർഡ് പാർട്ടി ആപ്പിന് ഇതുപോലുള്ള സ്പെഷ്യൽ സമയങ്ങൾ, അതായത് ഇതുപോലുള്ള പീക്ക് അവറിൽ വരുന്ന ഓർഡർ അവർക്ക് കൊടുക്കുക, സർജുള്ള സമയത്ത് നമ്മളെ നിർത്തുക. ഇപ്പോൾ ലാസ്റ്റ് നമുക്ക് 1, 2 ഓർഡറിൻ്റെ ഇതുകൂടി മതിയായിരിക്കും നമ്മുടെ ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് വീട്ടിൽ പോകാൻ. ആ ഒരു ഓർഡറിന് വേണ്ടിയിട്ട് ചിലപ്പോൾ 3 മണിക്കൂർ 4 മണിക്കൂർ നിന്നാലും നമ്മുടെ സൈഡിൽ നിൽക്കുന്നവരെ എടുത്തിട്ടങ്ങ് പോകും. നമ്മളവിടെ തന്നെ നിന്നാലും തരില്ല. കമ്പനിയിൽ വിളിച്ച് നോക്കുമ്പോൾ അവർ പറയുന്നത് ഇത് മാനുവലി അത് സിസ്റ്റം ചെയ്യുന്നതാണ്, അല്ലാണ്ട് അവിടെ ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നത്. സിസ്റ്റമാണ് ഇത് ചെയ്യുന്നത്. സിസ്റ്റം എങ്ങനെയാണ് ഇങ്ങനെ ഓരോ ഓർഡർ വേണ്ടിയവനെ സിസ്റ്റം എങ്ങനെ ഡിറ്റക്ട് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഈ കള്ളത്തരം ചെയ്യാൻ മനുഷ്യനെ കൊണ്ടേ പറ്റത്തുള്ളൂ. ഒരു സോഫ്റ്റ്വെയർ ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറിന് എന്തായാലും കള്ളത്തരം ചെയ്യാൻ അറിയത്തില്ല. രാവിലെ ഒരു 7 മണി 8 മണിയാകുമ്പോൾ ഓണാക്കി കഴിഞ്ഞാൽ വീട്ടിൽ രാവിലെ ഇറങ്ങുന്ന കുടുംബക്കായിട്ട് കഴിയുന്ന രാവിലെ തിരിച്ച് വീട്ടിൽ കയറുന്ന രാത്രി 12 മണി 1 മണിയാകുമ്പോഴാണ്. അതായത് വീട്ടിൽ രാവിലെ ഇറങ്ങുമ്പോഴും കൊച്ചു കിടന്നുറങ്ങുന്നു, രാത്രി ചെല്ലുമ്പോഴും കൊച്ചു കിടന്നുറങ്ങുന്നു. വല്ലപ്പോഴൊക്കെ ഒന്ന് മുഖം കാണുമ്പോൾ കൊച്ചിങ്ങനെ ഒന്ന് നോക്കും, ആരാന്നറിയാൻ വേണ്ടിയിട്ടൊരു നോട്ടമുണ്ട്. അതുപോലത്തെ തമാശ പറഞ്ഞല്ല. നമ്മൾ ആകപ്പാടെ ലീവ് എടുക്കുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ എമർജൻസി വരുമ്പോൾ അതും നമ്മൾ എങ്ങനെയും ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ആശുപത്രി പോയിട്ട് വന്നിട്ട് വീണ്ടും ഓടും. അതായത് ആഴ്ചയിൽ 7 ദിവസം ഓടും, മാസത്തിൽ 31 ദിവസം ഓടുന്ന ആൾക്കാർ എവിടെ ഉള്ളത്? എന്നിട്ടും ബെനിഫിറ്റ് ഒന്നുമില്ല. ഇത് തന്നെ ശരിക്കും അവസ്ഥ മോശമാണ്. അതായത് തൊഴിലില്ലായ്മ കേരളത്തിൽ കൂടുതലാണ്. അതിന് ഈ കമ്പനി ഒന്ന് ചൂഷണം ചെയ്യുന്നു. ഇവിടെ ഒരു സമരമൊക്കെ നടത്തി വലിയ അടിപൊളിയായതാണ്. പക്ഷേ ആ സമരം കയ്യിൽ നിന്ന് പോയായിരുന്നു. ഇപ്പോൾ കമ്പനിക്ക് മനസ്സിലായി ഇവിടെ ഇതൊക്കെ നടക്കത്തുള്ളൂ എന്ന്. നമുക്ക് ഇപ്പോൾ കമ്പനി അങ്ങനെയല്ല മേടിക്കുന്നത്. മിനിമം ഇപ്പോൾ ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കിലോമീറ്റർ ബേസിട്ടല്ലേ പൈസ മേടിക്കുന്നത്. നമുക്ക് കിലോമീറ്ററിന് 5 രൂപ തരുന്നത്, മിനിമം ചാർജ് 20 രൂപ തരുന്നത്. കിലോമീറ്റർ എത്ര പോയാലും അതായത് കസ്റ്റമറുടെ നിന്ന് മേടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അപ്പുറത്ത് കൊടുക്കണമെങ്കിൽ 50 രൂപ മേടിക്കും. നമുക്ക് 50 രൂപ മേടിച്ചിട്ട് നമുക്ക് 20 രൂപ 30 അവിടെ കിട്ടും. റെസ്റ്റോറൻറ്റിൽ നിന്ന് 20% to 30% കമ്മീഷൻ ഒരു ഫുഡിന് മേളിൽ. അതായത് 100 രൂപയുടെ സാധനം വിൽക്കുമ്പോൾ 20 രൂപക്ക് അവിടെ കിട്ടും. അവിടെ നിന്നും 20 അടിച്ച് മാറ്റുന്നു, ഇവിടെ നിന്നും കൊണ്ടുപോകുന്നു. ഇതിപ്പം ലൈറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതുകൊണ്ടാണ് ഫ്രീ ഡെലിവറി വരുന്നത്. ഇതുണ്ട് 2.5 കിലോമീറ്ററിന് കസ്റ്റമറിൽ നിന്ന് മേടിക്കുന്നത് 44 രൂപ ഈ ലൈറ്റ് ഇല്ലെങ്കിൽ. ഇത് ഞങ്ങൾക്ക് കിട്ടുന്ന 20 രൂപ. ഇത് കൂടാണ്ട് റെസ്റ്റോറൻറ്റിൽ നിന്ന് മേടിക്കും, അത് എക്സ്ട്രായാണ് വരുന്നത്. പിന്നെ അവരുടെ പ്ലാറ്റ്ഫോം ഫീ, GST ഇതൊക്കെ എക്സ്ട്രായാണ് വരുന്നത്. സ്വിഗ്ഗി ഓടുന്ന കുറേയധികം ആളുകളുമായിട്ട് നമ്മൾ സംസാരിച്ചു. കുറച്ച് പേരൊക്കെ നമ്മുടെ വീഡിയോയിലേക്ക് വന്ന് അവരുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു, അവർക്ക് കിട്ടുന്ന വരുമാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. പലരും പല ഉദ്ദേശത്തിലാണ് ഈ സ്വിഗ്ഗി ഓടാനായിട്ട് എത്തിയിരിക്കുന്നത്. ചിലർ പാർട്ട് ടൈമായിട്ടും ചിലർ ഫുൾ ടൈമായിട്ടും രാത്രി കാലങ്ങളിലും ഒക്കെ അവർ ഓടുന്നുണ്ട്. പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. എന്നാലും ഒരു തൊഴിൽ എന്ന് പറയുന്ന ഒരു മഹനീയമായിട്ടുള്ള ഒരു കാര്യത്തോട് അവർ ഒരുപാട് നീതി പുലർത്തിയാണ് ഈ ഒരു ജോലിയും ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ തൊഴിൽ അന്വേഷിച്ച് നടക്കുന്ന ചെറുപ്പക്കാരും അവർക്ക് കിട്ടുന്ന വരുമാനങ്ങളും അത്തരത്തിലുള്ളൊരു വീഡിയോയിലേക്ക് നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു സ്വിഗ്ഗിയുടെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ സമൂഹത്തിൽ ഒരുപാട് തൊഴിൽ ചെയ്യുന്ന, പല വ്യത്യസ്തമായിട്ടുള്ള തൊഴിൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ വിശേഷങ്ങളായിട്ട് നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ നമസ്കാരം.